നവീകരണ ജോലികൾ പൂർത്തിയാക്കാതെ കലൂർ സ്റ്റേഡിയം സ്പോൺസർ GCDAക്ക് കൈമാറി. നവംബർ 30-നുള്ളിൽ സ്റ്റേഡിയം നവീകരിച്ച് കൈമാറുമെന്നായിരുന്നു സ്പോൺസറുടെ വാഗ്ദാനം. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്പോൺസർക്ക് സമയം അനുവദിക്കുന്നതിനൊപ്പം GCDAയും നവീകരണ പ്രവർത്തനം നടത്തുമെന്നാണ് വിവരം. കലൂർ സ്റ്റേഡിയത്തിലെ കോടികൾ ചെലവിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ പാതി വഴിയിലായി. സ്റ്റേഡിയത്തിനുള്ളിലെ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായെന്ന് GCDA അവകാശപ്പെടുമ്പോഴും അത് എത്ര മാത്രമെന്നതിലും ഉറപ്പില്ല. പ്രവേശന കവാടം, പാർക്കിംഗ് ഏരിയ, ചുറ്റുമതിൽ എന്നിവിടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെ സ്പോൺസറും സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരളയും GCDAയും തമ്മിലായിരുന്നു കരാർ നിലനിന്നിരുന്നത്. 70 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സ്റ്റേഡിയം കൈമാറണമെന്നായിരുന്നു ധാരണ. നവംബർ 30-നകം പണികൾ പൂർത്തിയാക്കുമെന്നായിരുന്നു സ്പോൺസറുടെ ഉറപ്പ്. എന്നാൽ നിർണായകമായ പല പണികളും ഇനിയും പൂർത്തിയാക്കാതെയാണ് സ്റ്റേഡിയം കൈമാറിയത്. പ്രവേശന കവാടം, പാർക്കിംഗ് ഏരിയ, ചുറ്റുമതിൽ എന്നിവയെല്ലാം പാതി വഴിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റിംഗ് ജോലികൾ 70% മാത്രമാണ് പൂർത്തിയായത്. സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര നവീകരണ ജോലികളും മുടങ്ങി. അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുന്നു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു സ്റ്റേഡിയം കൈമാറിയത്. എന്നാൽ അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തില്ലെന്ന് ഒക്ടോബറിൽ വ്യക്തമായി. സ്റ്റേഡിയം നവീകരണം ആരംഭിച്ചതു മുതൽ തന്നെ കരാറുകളും നിയമപരമായ സാധുതയുമില്ലാതെയാണ് കാര്യങ്ങൾ നടന്നതെന്ന ഗുരുതര ആരോപണങ്ങളുണ്ടായിരുന്നു. GCDA, സ്പോർട്സ് കൗൺസിൽ, സ്പോൺസർ എന്നിവർ തമ്മിൽ നവംബർ 30 വരെ ത്രികക്ഷി കരാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിയമപരമായ അന്തിമ കരാറോ വ്യക്തമായ വാടക വ്യവസ്ഥകളോ സ്റ്റേഡിയം കൈമാറ്റ വ്യവസ്ഥകളോ ഉണ്ടായിരുന്നില്ല. നവീകരണത്തിന്റെ ചിലവ് സ്പോൺസർ വഹിച്ചു എന്നാണ് സർക്കാർ തലപ്പത്തുള്ളവർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെയുള്ളവയുടെ ഫണ്ടിംഗ് ആരുടേതായിരുന്നു എന്നതിലും ആകെ ചെലവ് എത്രയാണെന്നതിലും ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പൊതുപണം വകമാറ്റിയോ സ്പോൺസർ സ്വന്തമായി ചെലവഴിച്ചോ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. ദുരൂഹമായ ബിസിനസ് ഡീലെന്ന ആരോപണത്തിന് കുറച്ചുകൂടി മൂർച്ചയേറിയിരിക്കുന്നു. നവീകരണത്തിന്റെ പേര് പറഞ്ഞ് ഗോളടിക്കാനിറങ്ങിയവരൊക്കെ ഇപ്പോൾ മൗനത്തിലുമാണ്. ക്യാമറമാൻ ഗോവിന്ദിനൊപ്പം ഷീനരാജ്, മൈഫിൻ TV.